സംസ്ഥാനത്തെ ഭൂരിപക്ഷം മണ്ഡലങ്ങളിലും ബി.ജെ.പി, സി.പി.എം, കോൺഗ്രസ് പാർട്ടികളുടെ നേരിട്ടുള്ള പോരാട്ടം. വനിതകൾ ഏറെയും ബി.ജെ.പി പട്ടികയിൽ. എൻ.ഡി.എ ഇനി പ്രഖ്യാപിക്കാനുള്ളത് 6 സ്ഥാനാർത്ഥികളെ മാത്രം. സംസ്ഥാനത്തെ 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ ഭൂരിപക്ഷം സീറ്റുകളിലും താമര, കൈപ്പത്തി, അരിവാൾ ചുറ്റിക നക്ഷത്രം എന്നീ ചിഹ്നങ്ങളുടെ നേരിട്ടുള്ള മത്സരത്തിനാണ് കളമൊരുങ്ങിയത്. കേന്ദ്രമന്ത്രിമാർ മത്സരിക്കുന്ന തിരുവനന്തപുരം, ആറ്റിങ്ങൽ സീറ്റുകളിലെ പോരാട്ടം എന്തുകൊണ്ടും ശ്രദ്ധേയം. തലസ്ഥാനത്ത് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറിന്റെ എതിരാളികൾ കോൺഗ്രസിലെ നിലവിലുള്ള എം.പി. ശശി തരൂരും സി.പി.ഐയിലെ മുൻ എം.പി. പന്ന്യൻ രവീന്ദ്രനുമാണ്. കേന്ദ്രമന്ത്രിയായ വി. മുരളീധരന്റെ ആറ്റിങ്ങലിലെ എതിരാളികളായി കോൺഗ്രസിലെ നിലവിലുള്ള എം.പി. അടൂർ പ്രകാശും സി.പി.എമ്മിലെ വർക്കല എം.എൽ.എ. വി. ജോയിയുമുണ്ട്. ആലപ്പുഴയിലും ബി.ജെ.പി, സി.പി.എം, കോൺഗ്രസ് പാർട്ടികളുടെ തീപാറും പോരാട്ടം തന്നെ. ശോഭാ സുരേന്ദ്രനും എ.എം. ആരിഫും കെ.സി. വേണുഗോപാലും ഇറങ്ങിയതോടെ വിജയമാർക്കെന്ന നിഗമനം പ്രവചനാതീതം. പത്തനംതിട്ടയിലും അനിൽ ആന്റണി, ആന്റോ ആന്റണി, തോമസ് ഐസക് എന്നിവരിലൂടെ ബി.ജെ.പി, കോൺഗ്രസ്, സി.പി.എം മത്സരം തീപാറും. തൃശൂരിലും തലസ്ഥാന ജില്ലയെപ്പോലെ സി.പി.ഐ, കോൺഗ്രസ് പാർട്ടികളാണ് ബി.ജെ.പിയെ നേരിടുക. സുരേഷ് ഗോപി, വി.എസ്. സുനിൽകുമാർ, കെ. മുരളീധരൻ എന്നീ നേതാക്കളുടെ നേരിട്ടുള്ള പോരാട്ടം പൊടിപൂരമാകുമെന്നുറപ്പ്. ബി.ജെ.പിക്ക് കരുത്തുള്ള പാലക്കാട് മണ്ഡലത്തിലും കോൺഗ്രസ്, സി.പി.എം പാർട്ടികളാണ് എതിരാളികൾ. സി. കൃഷ്ണകുമാർ, വി. കെ. ശ്രീകണ്ഠൻ, എ. വിജയരാഘവൻ എന്നീ മൂവരും മണ്ഡലത്തിലെ ജനങ്ങൾക്ക് ചിരപരിചിതർ തന്നെ. വടകരയിൽ യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ പ്രഫുൽ കൃഷ്ണയാണ് ബി.ജെ.പി സ്ഥാനാർത്ഥി. എം.എൽ.എമാരായ കെ. ശൈലജ, ഷാഫി പറമ്പിൽ എന്നിവരിലൂടെ ത്രികോണ മത്സരത്തിനാണ് വടകര വട്ടം കൂട്ടുന്നത്. ബി.ജെ.പി നേതാവ് എം.ഡി. രമേശും എം.കെ. രാഘവൻ എം.പിയും രാജ്യസഭാ എം.പി. ഇളമരം കരീമും കോഴിക്കോടിനും ത്രികോണ മത്സരം സമ്മാനിക്കും. കണ്ണൂർ, കാസർഗോഡ് മണ്ഡലങ്ങളിലും ബി.ജെ.പി, കോൺഗ്രസ്, സി.പി.എം പാർട്ടികളുടെ നേരിട്ടുള്ള പോരാട്ടം തന്നെ. 20 സീറ്റിൽ എൻ.ഡി.എ ധാരണ പ്രകാരം 16 ബി.ജെ.പിയും 4 ബി.ഡി.ജെ.എസുമാണ് മത്സരിക്കുക. ഇതിൽ ബി.ജെ.പി 4ഉം ബി.ഡി.ജെ.എസ് 2 സ്ഥാനാർത്ഥികളെ വീതം മാത്രമാണ് ഇനി പ്രഖ്യാപിക്കാനുള്ളത്. ജനം, തിരുവനന്തപുരം.